ആദ്യ സൂപ്പർ ഹീറോയിൻ പ്രൗഢ ഗംഭീരമായി തന്റെ 100 കോടി ക്ലബിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഒരു മുത്തശ്ശി കഥയുടെ കൗതുകവും സൂപ്പർ പവറുകളുടെ മാർവലും കയ്യിൽ കരുതിയ കാൽവെപ്പ്. നൂറ്റാണ്ടുകളുടെ ആഴം കഥയിലും പുതുമയുടെ ദൃശ്യ സൗന്ദര്യം കഥ പറച്ചിലും ചേർത്ത് വെച്ചാണ് ആ പടികയറ്റം. ഒരു പഴയ കിളിയെ പാടി ചന്ദ്ര പ്രേക്ഷക മനസ്സിലേക്ക് പണിതെടുത്ത മാസ്മരിക ലോകം ബോക്സ് ഓഫീസിൽ കണക്കുകളായി പടരുന്ന കാഴ്ച. ഒരു പുതു സിനിമാറ്റിക് യൂണിവേഴ്സ് തന്നെ സൃഷ്ടിച്ച് മലയാള സിനിമയുടെ ഈ ഓണം തൂക്കിയടിക്കുന്ന, റെക്കോർഡുകൾ തിരുത്തി കുറിക്കുന്ന, പുത്തൻ ബെഞ്ച് മാർക്കുകൾ പിന്നിൽ ഉപേക്ഷിക്കുന്ന സൂപ്പർ മൂവി ലോക ചാപ്റ്റർ 1 ചന്ദ്ര. റിലീസിന് 4ാം നാളാണ് ലോക അതിരാവിലെ 6:30 സ്പെഷ്യൽ ഷോകൾ ആഡ് ചെയ്തത്. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായി റിലീസ് ദിവസത്തിലല്ലാതെ ഒരു സിനിമ പുലർക്കാല സ്ക്രീനിംഗ് ആരംഭിച്ചു. വളരെ ചെറിയ തോതിൽ മാത്രം പ്രീ റിലീസ് ഹൈപ്പ് ഉണ്ടായിരുന്ന ചിത്രത്തിന് അവിടെ നിന്ന് അങ്ങോട്ട് വൻ കുതിപ്പായിരുന്നു. ആദ്യ ദിനം മോഹൻലാൽ ചിത്രത്തിനും താഴെ മാത്രം കളക്ട് ചെയ്ത ലോക വളരെ പെട്ടെന്ന് ബുക്കിംഗിൽ കുതിപ്പ് കാണിച്ചു. ആദ്യ വാരം 60 കോടിയും കടന്ന് ആ കുതിപ്പ് തുടർന്നു. കേരളമൊട്ടുക്ക് തിയേറ്ററുകളിൽ ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ. ദിവസങ്ങൾക്ക് മുൻപേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അക്ഷമരായി കാത്തിരിക്കുന്നവർ, വീണ്ടും വീണ്ടും മറ്റൊരു ടിക്കറ്റിനായി ആവേശം അടങ്ങാതെ കാത്തിരിക്കുന്നവർ, സസ്പെൻസ് പൊളിയാതെ തിയേറ്ററിലെത്താൻ പെടാപ്പാടുപെടുന്നവർ, സോഷ്യൽ മീഡിയയിൽ പല തിയറികൾ കണ്ടെത്തി കുറിച്ചിടുന്നവർ. പ്യോർ സെലിബ്രേഷൻ മോഡിലാണ് ലോക ഇപ്പോൾ. ഒരു ഓണചിത്രം ഓണം എത്തും മുന്നേ കോടി ക്ലബ് നേടി റെക്കോർഡ് തിരുത്തി ജൈത്രയാത്ര തുടരുന്നു. കൊമേഴ്ഷ്യൽ സിനിമയുടെ എല്ലാ ലക്ഷണങ്ങളെയും മാറ്റിവരച്ച ലോകയിലൂടെ ഡൊമിനിക് അരുൺ മലയാള സിനിമയ്ക്ക് ഒരു പുതുയുഗം കൂടെയാണ് തുറന്നിടുന്നത്. അതിനെ സ്ത്രീ കേന്ദ്രീകൃത സിനിമ എന്ന ലേബലിന് പുറത്തേക്ക് കഥാഖ്യാനത്തിലേക്കും വിഷ്വൽ പ്രസന്റേഷനിലേക്കും പടർത്തുന്ന പുതുമ കൊണ്ടുകൂടെ ഗംഭീരം എന്ന് പറയാം. ബാല്യം മുതൽ കണ്ടുപരിചയിച്ച സൂപ്പർമാനും സ്പൈഡർമാനും അടക്കം ഹോളിവുഡ് യൂണിവേഴ്സുകളായ മാർവലിന്റെയും DC-യുടെയും ഹീറോസ് പുത്തൻ അവതാരത്തെ കണ്ട് കണ്ണു വിഴിച്ചിരിക്കുന്ന കാഴ്ച സോഷ്യൽ മീഡിയയിൽ കളിയായി പടർന്നതല്ല. സിനിമയുടെ പൊട്ടൻഷ്യലിൽ ഈ കുഞ്ഞൻ ഇൻഡസ്ട്രിക്കുള്ള വിശ്വാസമാണത്. അവരുടെ ഹീറോയിൽ തെളിയിച്ച പവറാണത്. വിവിധ ഇൻഡസ്ട്രികളിൽ നിന്നും ഒഴുകിയെത്തുന്ന പ്രശംസാ പ്രവാഹം അതിന്റെ തെളിവാണ്. നമ്മൾ കണ്ടു മതിമറന്നിരുന്ന സിനിമകളുടെ സംവിധായകർ നമ്മുടെ സിനിമ കണ്ട് അത്ഭുതപ്പെട്ടെന്നറിയുമ്പോൾ ഉള്ളിൽ നിന്ന് ഉയരുന്ന മലയാളിയുടെ പ്രൗഢി വലുതാണ്. മിത്ത്, ഐതിഹ്യം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന എത്രയോ കാര്യങ്ങൾ ശരിക്കുമുള്ളതാണെന്ന് അറിയുമോ എന്ന ട്രെയിലർ ഡയലോഗ് കേട്ടതു മുതൽ ആരാണ് ചന്ദ്ര എന്നറിയാനുള്ള കാത്തിരിപ്പ് ചെന്നെത്തുന്നത് കേട്ടുപഴകിയ ഒരു മുത്തശ്ശി കഥയിലേക്കാണ് എന്നത് പ്രേക്ഷകരിൽ ഉണ്ടാക്കിയെടുക്കുന്ന രോമാഞ്ചം ചെറുതല്ല. ഒരു നാടിന്റെ നാടൻ ഞരമ്പുകളിലേക്ക് സിനിമയെ ഒഴുക്കിവിടുന്നതിന്റെ അനുഭൂതി കൂടെയാണ് ബോക്സ് ഓഫീസിൽ മറുപടിയായി മാറുന്നത്. ടെക്നിക്കലി ബ്രില്യന്റ് ആയ സിനിമ ലോകയുടെ ലോകത്ത് പ്രേക്ഷകരെ കെട്ടിയിടുകയാണ്. ഓരോ കാഴ്ചയിലും വീണ്ടും ഒരു കാഴ്ച കൊതിപ്പിക്കുന്ന അപൂർവ ദൃശ്യ ശ്രവ്യ വിരുന്ന്. മലയാള സിനിമ ആദ്യമായി തന്റെ സിനിമാറ്റിക് ഫ്രാഞ്ചൈസി തുറന്നിടുമ്പോൾ ഇനിയും മായ കാഴ്ചകൾ ഏറെ ബാക്കിയുണ്ടെന്ന് അറിയുമ്പോൾ ഉള്ളു നിറഞ്ഞ് അവർ കൈയടിക്കുന്നത് സ്റ്റാർ കാസ്റ്റ് മാത്രം കണ്ടല്ല, ആ ചിത്രത്തിന് വിയർപ്പ് വീഴ്ത്തിയ ഓരോരുത്തർക്കുമുള്ള നന്ദിയാണത്. മുടി ചുവപ്പിച്ച, സെപ്റ്റും പിയേഴ്സ് ചെയ്ത, ലെൻസ് വെച്ച സ്റ്റൈലിഷ് ആയ ഒരു സൂപ്പർ ഹീറോയായി കല്യാണി പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്ന അഡ്രിനാലിൽ റഷ് ഉണ്ട്. റിലീസിന് മണിക്കൂറുകൾക്ക് മുൻപ് വരെയും കല്യാണിയുടെ പ്രകടനത്തോട് അതൃപ്തി അറിയിച്ച, നായികയായി അവരെത്തുന്നതിൽ നെറ്റി ചൊളിച്ച പലർക്കും ചന്ദ്ര ലക്ഷണമൊത്ത മറുപടിയായി. ആക്ഷൻ രംഗങ്ങളിലെ ഓറ കാഴ്ചക്കാരെ അന്താളിപ്പിച്ചു നിർത്തി. അക്ഷരാർത്ഥത്തിൽ ലോക കല്യാണിയുടെ മാഗ്നം ഓപ്പസ് ആണ്. മൂസിൻ കുറിച്ചു വെച്ചതുപോലെ തരമാകാത്ത സറണ്ടർ. പലതരത്തിൽ ഹേറ്റ് ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയയിൽ ഇടം കണ്ടെത്തിയ കാലത്താണ് നസ്ലനും തന്റെ ബ്ലോക്ക് ബസ്റ്ററിൽ തിളങ്ങുന്നത്. പ്രേമലുവിന് ശേഷം സ്റ്റാർ കാസ്റ്റിന്റെ തിളക്കമില്ലാതെ അയാളിൽ കൂടെ അത്താണി കണ്ടെത്തിയ ചിത്രമാണ് ലോക. നീറ്റായി പക്വമായി അയാൾ അതും പൂർത്തിയാക്കി. തീവ്ര വലതുപക്ഷ സൈബർ സംഘത്തിനൊഴികെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടാനില്ലാത്ത ചിത്രം ഒരു ഓണം വിന്നറാവുക മാത്രമല്ല, കോടി ക്ലബ്ബുകളിലേക്ക് എളുപ്പം കയറി ചെല്ലുകയും ഒരു നാട് മുഴുവൻ ചർച്ചാഹേതുവാവുകയും ചെയ്യുകയാണ്. മലയാള സിനിമയുടെ ബെഞ്ച് മാർക്കായി മാറുന്നിടത്താണ് ലോക അത്ഭുതമാകുന്നത്, ഇനിയുമുള്ള അധ്യായങ്ങൾക്ക് ഹൈപ്പ് കൂട്ടുന്നത്. മറ്റൊരു മാർവൽ കൊണ്ട് മലയാള സിനിമയുടെ സിനിമാറ്റിക് സ്റ്റൈൽ തിരുത്തുന്ന വേഫറിന്റേതു കൂടെയാണ് ഈ വിജയം.